പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരിയിലേക്ക് കിടക്കുന്നു. ശുദ്ധ വിദ്യാങ്കുരാകാര ദ്വിജപംക്തി ദ്വയോജ്വല. ശുദ്ധവിദ്യ, ശുദ്ധം അതായത് പ്യോർ എന്നാണ്. ശുദ്ധവിദ്യ, വിദ്യ എന്നാൽ നമുക്കറിയാം നോളജ് എന്ന് പറയും, എഡ്യൂക്കേഷൻ എന്ന് പറയും, വിസ്ഡം എന്ന് പറയും. എന്താണ് ഈ ശുദ്ധത? വിദ്യയിലെ ശുദ്ധതയാണ്. എന്താണ് വിദ്യയിലെ ശുദ്ധത? ദ അൺകറപ്റ്റ് നോളജ്. ഒരു തരത്തിലുള്ള കലർപ്പുമില്ലാത്ത വിദ്യയാണ് ശുദ്ധവിദ്യ. കലർപ്പെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻറ്റൻഷൻ തന്നെ തെറ്റാണെങ്കിൽ അത് കലർപ്പായി മാറും. നമ്മളിപ്പോൾ കാണുന്ന ബ്ലാസ്റ്റ് പോലുള്ള സംഭവങ്ങൾ കാരണം എന്താണ്? അതും വിദ്യയാണ് പഠിച്ചത്, മെഡിക്കൽ. പക്ഷെ ശുദ്ധതയില്ല, കാരണം ഇൻറ്റൻഷൻ ഇസ് റോങ്. സോ അതിന് ഡെപ്ത് ഇല്ലാതെ പോയി. സോ വിദ്യ എന്നാൽ അജ്ഞതയില്ലാതെ മുന്നോട്ട് പോകണം. അപ്പോൾ എന്നാൽ മാത്രമേ അത് ശുദ്ധത ഉണ്ടാവുകയുള്ളൂ. അങ്കുരാകാര, അങ്കുരം എന്നാൽ സ്പ്രൗട്ട് അല്ലെങ്കിൽ ഒരു ബീജം, വളരാൻ സാധ്യതയുള്ള, വളർച്ചയ്ക്ക് തയ്യാറായി നിൽക്കുന്ന ഒരു ബീജം, അതായത് ഒരു ഗ്രോത്തിന് സാധ്യതയുണ്ട്, അങ്ങനത്തെ ഫോം, അതാണ് ആകാര. ശുദ്ധവിദ്യ അങ്കുരാകാര ദ്വിജപംക്തി ദ്വയോജ്വല. ദ്വിജപംക്തിയാണ്. ദ്വിജമെന്നാൽ ട്വൈസ് ബോൺ, 2 വർഷം ജനിക്കുന്നു. എങ്ങനെയാണ് 2 വട്ടം ജനിക്കുന്നത്? അതായത് സെക്കൻഡ് ബർത്ത് ത്രൂ ശുദ്ധവിദ്യ. ഒന്ന് നമ്മൾ ഫിസിക്കലി ജനിക്കുന്നു, എന്ന് നമ്മൾ വിദ്യ അഭ്യസിച്ചു തുടങ്ങുന്നു, അത് 2ാമത്തെ ജന്മമാണ്. അതെന്നാണോ, എന്ന് തൊട്ടാണോ ശുദ്ധവിദ്യ നമ്മളിലേക്ക് എത്തുന്നത്, അന്ന് നമ്മൾ 2ാമതായി ജനിക്കുന്നു. അതാണ് ട്വൈസ് ബോൺ. ഫിസിക്കലി അല്ല, ഡെപ്തിലാണ്. സ്പിരിച്വലി എന്നും പറയാം, മെൻ്റലി എന്നും പറയാം. അതാണ് 2ാമത്തെ ജന്മം, അതായത് ഒരു തരത്തിൽ ദീക്ഷയാണ്. അതാണ് അടുത്ത വരി. ദ്വിജപംക്തി എന്നാണ്. അമ്മയുടെ പല്ലുകളെയും കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. 2 വരിപ്പല്ലുകളാണ്. 16, 16, 32. അതാണ് ദ്വിജം. 16 എന്നാൽ അമ്മ ഷോഡശിയാണ്, അതാണ് 16. അപ്പോൾ 32 തരം ദീക്ഷകളുണ്ട് എന്നാണ്. അതിനെയും കൂടെ ഇവിടെ സൂചിപ്പിക്കുന്നു. ദ്വിജപംക്തി ദ്വയോജ്വല, 2 രീതിയിലും, അതായത് ഉയർന്നത് താഴ്ന്നത് എന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഇവിടെ ഇല്ല. 2ഉം ഒരുപോലെ ജ്വലിക്കുന്നു. എങ്ങനെ? ശുദ്ധവിദ്യ എത്തിച്ചേരുമ്പോൾ ഒരു ഡിസ്ക്രിമിനേഷനുമില്ലാതെ ജ്വലിക്കുന്നു. കർപ്പൂര വീടികാമോദ സമാകർഷ ദിഗന്ധര. കർപ്പൂര വീടിക, കർപ്പൂര വീടിക അതായത് ഒരു ചുരുളാണ്. അമ്മയുടെ താമ്പൂലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് അമ്മ എന്നും വെറ്റില മുറുക്കുന്നു എന്നുള്ള തരത്തിൽ എടുക്കരുത്. കർപ്പൂര വീടിക അതായത് അൺഫോൾഡഡ് ആയിട്ടുള്ള നോളജാണത്. അമ്മ ചുരുളായി വെച്ചിരിക്കുകയാണത്, ഫോൾഡഡ് ആണത്. പക്ഷെ അമ്മ അത് ഈ പറയുന്ന ശുദ്ധവിദ്യയായി നമ്മുടെ വായുകളിലേക്ക് എത്തുമ്പോൾ അത് ദഹിക്കണം നമുക്ക്. ഈ ശുദ്ധവിദ്യയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് തികട്ടാൻ തുടങ്ങും ഉള്ളിൽ വരുമ്പോൾ. അമൃതാണെങ്കിലും അങ്ങനെയല്ലേ. അപ്പോൾ ആ തികട്ടലിനെ അമ്മ ഡൈജസ്റ്റീവ് പ്രോസസ്സാക്കി മാറ്റാനാണ് ഇത് പറയുന്നത്. അപ്പോൾ ആ നോളജ് അൺഫോൾഡ് ആകണമെങ്കിൽ, ദഹിക്കണമെങ്കിൽ ശുദ്ധവിദ്യയായി മാറണം. അതായത് അപ്പോൾ അടുത്തത് എന്താണ്? സമാകർഷ ദിഗന്ധര. സമ, ഈക്വാലിറ്റി ഉണ്ടാവും. ശുദ്ധവിദ്യയിൽ മാത്രമേ ഈക്വാലിറ്റി ഉണ്ടാവുകയുള്ളൂ. സമ ആകർഷ ദിഗന്ധര, ഒരു ആകർഷണവും അവിടെ ഉണ്ടാവും. എന്തിനെയാണ് ആകർഷിക്കുന്നത്? എല്ലാ ദിക്കുകളെയും ഒരന്തരവുമില്ലാതെ ആകർഷിക്കും. നോ ഡിസ്ക്രിമിനേഷൻ, ഒരു തരത്തിലുള്ള ഇനിക്വാലിറ്റിയും ഉണ്ടാവുകയില്ല. ഈക്വാലിറ്റി ശുദ്ധവിദ്യയിൽ ഉണ്ടാവും. വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ ഫ്രം ഓൾ ഡയറക്ഷൻസ്. അതാണ് സമാകർഷ ദിഗന്ധര. അപ്പോൾ
ശുദ്ധവിദ്യാങ്കുരാകാരദ്വിജപംക്തിദ്വയോജ്വല കർപ്പൂരവീടികാമോദ സമാകർഷദിഗന്ധര. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.